അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ട്യൂബുള്ള വണ്ടിയുടെ ട്യൂബ്ലെസ് ടയർ ഇടാൻ വേണ്ടി പോവുകയാണ്. ഈ ഡിസ്ക് കയറ്റിയിട്ട് ട്യൂബ്ലെസ് ആക്കാൻ വേണ്ടി പോവുകയാണ് വണ്ടി. അപ്പോൾ സംഭവം വണ്ടി ഇതൊന്നുമല്ല കേട്ടോ, നമ്മുടെ സ്കൂട്ടറാണ്, സൈക്കിളല്ല തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കാരണം നമ്മൾ മഴക്കാലമൊക്കെ വരുന്നത് ഒരുപാട് റോഡ് അപകടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ എയർ പ്രഷർ എത്രയാണ്, ട്യൂബും ട്യൂബ്ലെസ് എങ്ങനെ തിരിച്ചറിയുക, അങ്ങനെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ട്. സാധാരണക്കാരുടെ ബെൻസും BMW നമ്മുടെ ഈ ഒരു സ്കൂട്ടർ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ നോക്കിയിട്ട് എൻ്റെ വണ്ടി ട്യൂബ്ലെസ് ആണോ ട്യൂബുള്ളതാണോ എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ എയർ പ്രഷർ കറക്റ്റായിട്ട് ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യങ്ങൾ. പിന്നെ നമ്മളെല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറേ പേര് കെയർ ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ സമയം വേണ്ടത് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീരൊന്ന് ആദ്യം അയക്കട്ടെ. ഇത് MRF സാപ്പർ എന്നൊരു മോഡലാണ് കേട്ടോ. ഇത് ഇവിടെ നോക്കിയേ. ഇപ്പോൾ നിങ്ങളുടെ ടയറുകളിൽ ഇതുപോലെ മാർക്ക് കണ്ടോ? ഈ ടയർ നോക്കുമ്പോൾ തേഞ്ഞിരിക്കുക ഇവിടെ. ഇതുണ്ടോ, ഈ മാർക്കൊക്കെ ഉണ്ടോ? ഇത് തേഞ്ഞ് ഇവിടെ തീർന്നു. അതിൻ്റെ അർത്ഥം ഇതൊക്കെ മാറ്റാനായി എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ടയർ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഒപ്പം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ മാർക്കുകളിൽ ചില ടയർ കാണാം. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കുന്നത് ടയറിൻ്റെ തേയ്മാനത്തെയാണ്. ഇത് നോക്കുമ്പോൾ നമ്മുടെ ടയർ മാറ്റാനായോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ടയറുകൾ മഴക്കാലത്തിന് മുമ്പ് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആവും. പിന്നെ ഇപ്പോൾ ഇതിന് 1500 രൂപ MRF സാപ്പർ എന്നുള്ള മോഡലാണ്. നല്ലൊരു ടയറാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ടയർ പെട്ടെന്ന് കഴിയില്ല കേട്ടോ. നമ്മൾ ബാക്കിൽ ചിലപ്പോൾ 2-3 പ്രാവശ്യം മാറ്റി കഴിഞ്ഞ ശേഷമേ മുൻവശത്തെ ഒരു പ്രാവശ്യമെങ്കിലും മാറ്റേണ്ടി വരുള്ളൂ. പിന്നെ ഈ ഒരു ടയർ കഴിഞ്ഞാൽ ഒരു 5 വർഷത്തേക്കോളം ഇനി തിരിഞ്ഞു നോക്കണ്ട, നമ്മൾ ഉപയോഗമൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇത് ട്യൂബ്ലെസിൻ്റെ ഡിസ്ക്കാണേ. ഈ ഡിസ്കിന് 700 രൂപയാണ് വില. ഇത് ഹീറോയുടെ കേട്ടോ. ഇത് ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ട്യൂബ്ലെസ് ഡിസ്ക് മേടിക്കുമ്പോൾ ഇത് ഈ ഒരു ഗ്രൂവ് ഉണ്ടാവും. അവിടെ ഈ ഒരു ട്യൂബ്ലെസ് വാൽവ് വരുന്നത് ഈ ഒരു ഗ്രൂവിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ട്യൂബ്ലെസ് ആക്കാൻ വേണ്ടി പോകുന്നത്. നേരെ വീലയക്കാം. അപ്പോൾ ആദ്യ നടപടി എന്ന് പറഞ്ഞാൽ നമുക്കിതേ ഈ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ 2 പ്ലാസ്റ്റിക് അയച്ചു മാറ്റണം കേട്ടോ. 19 സ്പാനർ. ഇതാണ് കേട്ടോ ബ്രേക്ക് ലൈൻ. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇത് പുതിയതാണ്. ഈ തിക്നെസ് കണ്ടോ, ഇത് തേഞ്ഞ് ഇത് ഈ മെറ്റൽ കണ്ടോ ഇവിടെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 കിലോമീറ്ററൊക്കെ വണ്ടി ഓടി കഴിയുമ്പോഴേക്കും മെക്കാനിക്കിനോട് ചെന്നിട്ട് ബ്രേക്ക് ലൈനർ മാറണമെന്ന് ആവശ്യപ്പെടുക. അല്ലെങ്കിൽ ഒരു 3-4 മാസം കൂടുമ്പോൾ ബ്രേക്ക് ലൈനർ പുതിയിടുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് മസ്റ്റായിട്ട് ബ്രേക്ക് ലൈനർ പുതിയിടുക. ടയർ തേയ്മാനുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഓടിക്കരുത്. കാരണം റോഡ് സ്ലിപ്പായി കിടക്കുന്ന സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബ്രേക്ക് ലൈനറായി, ടയറായി. അവിടെ തന്നെ ഡിസ്ക്കും നമ്മൾ 10 വർഷമൊക്കെ മേലുള്ള പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഈ ഡിസ്കിൻ്റെ കാര്യക്ഷമത ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോർക്ക് എന്നുള്ളതാണ് നമ്മുടെ ഈ വണ്ടിയുടെ നമ്മുടെ ഈ ഭാരം മുഴുവൻ പിടിച്ചു നിർത്തുന്ന വസ്തു. ഇത് തുരുമ്പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഫോർക്ക് ഒടിഞ്ഞ് വഴി കിടക്കുന്ന അപകടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചില വണ്ടികളൊക്കെ കിടക്കുന്നത് ഇത്തരം കാരണങ്ങളൊക്കെ കാരണമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പഴയ വണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറേ നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് കുറച്ച് പൈസ പോയാലും നമുക്ക് അതിൻ്റെ ഗുണം പിന്നീടുണ്ടാകും. അതെപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഓല ആയിട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഓലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നടപടി നമ്മുടെ ഈ ഒരു വാൽവ് നമുക്ക് ഇതിലോട്ടങ്ങ് ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ വാൽവ് ഓയിലിൽ മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിങ്ങനെ വരുന്നത്. ഓക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടോ ആ ഗ്രൂവിൽ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു റബ്ബറൊന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ സംഭവം വരുന്നത് കണ്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നേരെ ടയർ ഫിറ്റ് ചെയ്യാം. ടയറിൽ ഡ്രൈവ് സൈഡ് ഉണ്ട് കേട്ടോ. ഇതിൽ റൊട്ടേഷൻ എഴുതി കഴിക്കുന്നുണ്ടോ. മുൻവശത്തേക്ക് ഇങ്ങനെ ഈ രീതിയിലാണ് കറങ്ങേണ്ടത്. ടയറിൻ്റെ എഡ്ജിൽ നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ വണ്ടി ട്യൂബാണോ ട്യൂബ്ലെസ് ആണോ എങ്ങനെ അറിയാമെന്ന് നമുക്ക് നോക്കട്ടെ. അതെ ഇവിടെ വന്നേ, ഇതിപ്പോൾ കണ്ട ഇതേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ബുഷ് കണ്ട. അപ്പോൾ നിങ്ങൾ ഫിറ്റ് ചെയ്യുന്ന കണ്ടുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും.
ഇത് ഈ നെക്കിൻ്റെ ഈ ഒരു ബ്ലാക്ക് കാണുന്നുണ്ടോ ഗ്രൂവിൽ, ഇത് ട്യൂബ്ലെസ്. ഇതിങ്ങനെ കാണുമ്പോൾ ഈ ബ്ലാക്ക് ഈ സംഭവം കാണുമ്പോൾ ഇതേ ഇവിടെ വരുമ്പോൾ നോക്കിയേ, നമ്മുടെ ട്യൂബിൽ അറ്റാച്ച് ചെയ്ത നെക്കാണ് കാണുന്നത്. ഈ ബ്ലാക്ക് ഇതിവിടെ കാണുന്നില്ല, അത് ട്യൂബുള്ളത് ഇതിവിടെ കാണുന്നുണ്ട്, അത് ട്യൂബ്ലെസ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സമയം കണ്ടെത്തിയിട്ട് എയർ പ്രഷർ ചെക്ക് ചെയ്യണം കേട്ടോ. എയർ പ്രഷർ നമ്മൾ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് ഡ്രൈവിങ് നല്ല സ്മൂത്ത് ആയിരിക്കും. അത് പ്രത്യേകിച്ച് നമ്മൾ ട്യൂബ്ലെസ്സിൽ എയർ ഒരിക്കലും കുറയാതെ നോക്കണം. എയർ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എയർ തള്ളിപ്പോയിട്ട് പഞ്ചറാകാൻ സാധ്യത കൂടുതലാണ്. ബൈസിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ചാനൽ സാധാരണ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് സ്കൂട്ടറിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.